ഇറാൻ വേഴ്സസ് ഇസ്രായേൽ ഇരുണ്ട യുദ്ധത്തിന്റെ മറവിൽ. ഇത് ഒരു യുദ്ധം മാത്രമല്ല, ഇത് ഒരുതരത്തിലുള്ള ദൃശ്യാതീതമായ തർക്കമാണ്, കണ്ണുകൾക്ക് കാണാനാവാത്ത ഏയങ്ങളിൽ നിന്നും ഉയർന്നുനിന്ന ഒരു ലോകശക്തിയുടെ ജ്വാല. ഇറാൻ ഒരു യുദ്ധത്തിന് മാത്രമല്ല, ചരിത്രത്തിന് തയ്യാറാവുകയാണ്. ആടുപോലെ പടയോട്ടങ്ങൾ നടന്നുപോകുമ്പോൾ മറഞ്ഞുനിൽക്കുന്ന ബലങ്ങൾ, തീവ്രവാദ ചതികൾ, ആണവ അണിയറ പദ്ധതികൾ, സൈബർ ആക്രമണങ്ങളുടെ മറവിൽ പ്രതിരോധശക്തിയുമായി ഇറാൻ മുന്നേറുകയാണ്. യുദ്ധം വെറുമൊരു തോക്കിന്റെ ചൂളയല്ല. ഇവിടെ സംഭവിക്കുന്നത് മതവും തന്ത്രവും ഭൂതകാലത്തിലെ കോയും ചേർന്നുണ്ടാകുന്ന ഒരടയാളമറ്റ പോരാട്ടം. ഇറാന്റെ മുക്തചിന്തകളും ആണവശക്തിയും ഇസ്രായേലിന്റെ അതിശക്തമായ പ്രത്യാഘാതങ്ങൾക്കിടയിൽ വെച്ച് ഏഷ്യയുടെ ഹൃദയഭാഗം കത്തുകയാണ്. എന്താണ് ഇറാൻ ആസൂത്രണം ചെയ്യുന്നത്? ഇവരുടെ യുദ്ധം ആരെ ലക്ഷ്യമിടുന്നു? ഈ തർക്കത്തിന് പിന്നിലെ യഥാർത്ഥ ശക്തികൾ ആരെല്ലാം? ഈ വീഡിയോയിൽ നിങ്ങൾ കാണും. ഇറാന്റെ കറുത്ത തന്ത്രങ്ങൾ, രഹസ്യ ചേംബറുകളിൽ നിന്ന് പുറത്തേക്കുള്ള നീക്കങ്ങൾ, ഒറ്റ പിടിയിലായ ഇസ്രായേൽ, എല്ലാവരും ഒരേ ശത്രുവിന്റെ കാഴ്ചയിൽ. ഇനി യുദ്ധം തുടങ്ങുന്നു. ആരു ജയിക്കും എന്നതല്ല പ്രശ്നം, ആരു പിന്നിലാകും എന്നതാണ് ഭീഷണി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മറഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പുറത്തെടുക്കാൻ നിങ്ങളെ നയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇറാന്റെ ആയുധശക്തി, മറഞ്ഞുനിൽക്കുന്ന ഭീകരതയുടെ കൈവളയം. അവൻ വെറുമൊരു രാജ്യമല്ല, അവൻ ഒരു ശബ്ദം കൂടെ ഇല്ലാതെ ലോകം ഞെട്ടിക്കാൻ ശേഷിയുള്ള ശക്തമായ യന്ത്രം. ഇറാന്റെ ആയുധശക്തിയെക്കുറിച്ചുള്ള സത്യം പലർക്കും അറിയില്ല, പക്ഷേ അവർ അറിയേണ്ടത് അത്രയധികം വൈകരുത്. ഉപഗ്രഹം ഡ്രോൺ ശക്തി. ഇറാൻ നിർമ്മിച്ച ഷഹീദ് 136, MOHAGER6, ഷഹീദ് 129 പോലുള്ള ഡ്രോണുകൾ ശബ്ദമില്ലാതെ ആകാശത്തിലൂടെ ഒറ്റക്കാഴ്ച പോലും നൽകാതെ ലക്ഷ്യത്തെ തികച്ച് തകർക്കുന്ന കില്ലർ മെഷീനുകൾ. ഈ ഡ്രോണുകൾ പലപ്പോഴും സിറിയ, യമൻ, ഇറാഖ് മുതലായ യുദ്ധഭൂമികളിൽ പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു. റോക്കറ്റ് ക്ഷിപണികൾ, കണക്കുകുത്താൻ പറ്റാത്ത നിര. ഇറാന്റെ ശ്വസനം പോലെയാണ് ബാലിസ്റ്റിക് മിസൈലുകൾ. ഫതേഹ് 110, ഷഹാബ് 3, സേജീൽ, ഖേബർ ഷേക്കൻ പോലെയുള്ള മിസൈലുകൾ 2000 കിലോമീറ്റർ വരെ താണ്ടുവാൻ ശേഷിയുള്ളവയാണ്. ഈ മിസൈലുകൾ ഇസ്രായേൽ, US സൈനിക താവളങ്ങൾ, സൗദി എണ്ണക്കിണറുകൾ എന്നിവയെ ലക്ഷ്യമാക്കി കൃത്യമായി പ്രോഗ്രാം ചെയ്തിരിക്കുന്നു. ആണവ പരിപാടികൾ ദൃശ്യാതീതം, ഭീഷണിയാത്മകം. ഇറാന്റെ അണുശക്തി പരിപാടി ശാന്തമെന്നാണെങ്കിലും അതിന്റെ പിന്നിൽ ഒരു യുദ്ധസാധ്യ പതുങ്ങിക്കിടക്കുകയാണ്. നാറ്റോയും UN സംഘടനകളും നിരന്തരം അതിന്മേൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ശ്രമിച്ചിട്ടും ഇറാന്റെ പുനരുദ്ഭവം അനിവാര്യമാകുന്നു. സൈബർ യുദ്ധം, കാത്തുനിൽക്കുന്ന കുഴിയിലേക്കുള്ള കാൽവയ്പ്. സ്റ്റക്സ്നെറ്റ് ആക്രമണത്തിന് ശേഷം ഇറാൻ സൈബർ പ്രതിരോധത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവർക്ക് ശത്രുക്കളെ സൈബർ വഴിയിലൂടെ തകർക്കുന്ന ചതിയാത്രകൾക്കായി പ്രത്യേക യൂണിറ്റുകൾ ഉണ്ടാക്കി കഴിഞ്ഞു. പരസ്യമായ മിലിഷ്യ ശക്തികൾ. ഇറാന്റെ നിഴൽ പോലെയുള്ള മിലിഷ്യ ഗ്രൂപ്പുകൾ. ഹെസ്ബുല്ല, ലബനോൺ, ഹൗദികൾ, യമൻ, ഷിയ മിലീഷ്യ, ഇറാഖ്. ഇവ പാശ്ചാത്യ ശക്തികൾക്കും ഇസ്രായേലിനും തനിക്കറിയാതെ എത്തുന്ന വെടിയുണ്ട പോലെയാണ്. ഇറാന്റെ യുദ്ധശക്തി തുറന്നിടുന്നത് വെറുമൊരു മുന്നറിയിപ്പ് മാത്രമാണ്. യഥാർത്ഥ തകർച്ച വരാനുള്ളത് ഇനി മാത്രമേയുള്ളൂ. ഇനിയുള്ള ഓരോ ദിവസവും ഇറാന്റെ കയ്യിൽ പെട്ടിരിക്കുന്ന ആയുധങ്ങളിലൊന്ന് ലോക രാഷ്ട്രീയത്തിന്റെ ചക്രം മാറിക്കാൻ സാധിക്കും. താഴെ പറയൂ, നിങ്ങളെന്താണ് അതീവ രഹസ്യമായ ആവേശം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്? ആണവ സാധ്യതകൾ, ഡ്രോൺ ആക്രമണങ്ങളുടെ യഥാർത്ഥ ദൃശ്യങ്ങൾ, അല്ലെങ്കിൽ ഇറാന്റെ